ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൃത്തികെട്ട അപരിഷ്കൃതമായ നരാധമന്മാരുടെ സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണോ പൗർണമി? നമ്മളത് വളരെ അധികം പേടിക്കുകയും വളരെയധികം ചർച്ച ചെയ്യേണ്ടിയിരിക്കുകയും ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, നിയമം ശക്തമാകണം. പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞു. ഇക്കാലം അത്രയും പെൺകുഞ്ഞുങ്ങൾക്കാണ് പീഡനമെങ്കിൽ 6 വയസ്സുകാരൻ മാളയിൽ, തൃശ്ശൂർ മാളയിൽ നടന്ന 6 വയസ്സുകാരൻ, കൊല്ലപ്പെട്ട 6 വയസ്സുകാരൻ, അത് ഇന്ന് അതിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് വന്നപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടി തകർന്നു പോയത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് സമ്മതിക്കാഞ്ഞുകൊണ്ടാണ് അവനെ കൊന്നുകളഞ്ഞത്. അതുവരെ ഞാൻ കരുതിയിരുന്നത് അവനെ വെറുതെ തള്ളിയിട്ടാവാം, അവനെ ഇപ്പോൾ കയ്യബദ്ധം പറ്റിയതാവാം, ഒരു പക്ഷേ വീണു പോയതാവാമെന്ന് ചിന്തിച്ചു. പക്ഷെ അങ്ങനെയല്ല. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നവനാണ് ഈ വൃത്തികെട്ടവൻ. ഇവനെയൊക്കെ നാട്ടുകാർ സ്പോട്ടിൽ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞല്ലേ? ഒരു മാധ്യമപ്രവർത്തകർ അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും നാട്ടുകാർ അതിന് തയ്യാറുമാണ്. ശരിക്കും അതെ, നമ്മുടെ നിയമം, അതെ, നമ്മുടെ നാട്ടിലെ നിയമം, സോ കോൾഡ് നിയമങ്ങൾ പ്രതികളെ സംരക്ഷിക്കുക എന്ന രീതിയിലാണല്ലോ പോകുന്നത്. ശരിക്കും എന്താണ് ഈ വാർത്തയെക്കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം ഒരു അമ്മയുടെ വിഷമം, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ പറ്റി ഓർക്കുന്ന ഞാനും ശാരികയും അടക്കമുള്ള ഇത് കാണുന്ന എല്ലാവരുടെയും മനസ്സിലൊരു നുറുങ്ങ് വേദനയോടെ അല്ലാതെ ഈ ഒരു വാർത്തയെ നമുക്ക് കേൾക്കാനോ, അല്ലെങ്കിൽ അത് ആ ഒരു സിറ്റുവേഷൻ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് കടന്നുപോയത് ഏത് അവസ്ഥയിലൂടെയാണെന്ന്. അതായത് നിഷ്കളങ്കമായ ഒരു 6 വയസ്സുകാരൻ. 6 വയസ്സെന്ന് പറയുമ്പോൾ എന്ത് പ്രായമുണ്ട്? ആ കുഞ്ഞ് 1ാം ക്ലാസ്സിലോട്ട് ചേരാൻ പോകുന്നത്. ആ കുഞ്ഞിനോടൊക്കെ എന്താണ് തോന്നുന്നത്? ഒരു ആൺകുട്ടി, ഒരു ആൺകുഞ്ഞ്. സാധാരണ കേട്ടുകേൾവി, അതും ശരിയാണെന്നല്ല, കേട്ടുകേൾവി എന്ന് പറയുന്നത് പെൺകുട്ടികളോടുള്ള അതിക്രമങ്ങളെ പറ്റി. പക്ഷേ ഒരു ആൺകുഞ്ഞ്, നമുക്കറിയാം പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പലരും ഇത്തരത്തിൽ ഇരയാക്കുന്നു. ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ 2 വർഷം മുമ്പ് ആലുവയിൽ 5 വയസ്സുകാരിയായിരുന്നു ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഉപദ്രവിച്ചത്. പക്ഷെ അതൊന്നും അല്ല. ഇവിടെ ഒരു 6 വയസ്സുകാരൻ, തൻ്റെ 20 വയസ്സുള്ള ഒരാൾ, 20 വയസ്സുകാരൻ തൻ്റെ വീടിന് സമീപത്ത് താമസിക്കുന്ന കുട്ടിയെ ചാമ്പങ്ങ തരാമെന്ന് പറഞ്ഞു. ആ നിഷ്കളങ്കത, ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയൊന്ന് ആലോചിച്ച് നോക്കി. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ പറയുന്ന ഈ 20കാരൻ്റെ പുറകെ ഓടുകയാണ് ഈ 6 വയസ്സുകാരൻ ശാരിക. അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ കാണാനില്ല. ഏകദേശം ഒരു 6:20 ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്നു. പ്രദേശവാസികളും പരിസരവാസികളും എല്ലാവരും ചേർന്ന് അന്വേഷിക്കുന്നു. ഈ കുളത്തിൻ്റെ അവിടെയും വന്നു അന്വേഷിക്കുന്നു. അവരുടെ എല്ലാം കൂടെ അന്വേഷിക്കാൻ ഈ പറയുന്ന 20കാരനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ ഹിസ്റ്ററി അത്ര നല്ലതല്ല, വെറും മോശമാണ്. അതായത് മോഷണം, അങ്ങനെ പല പല വൃത്തികെട്ട സ്വഭാവമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ല. പക്ഷെ ഇവൻ്റെ ഈ ഒരു പരിങ്ങലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു കുളത്തിൻ്റെ ആ ഭാഗത്ത് കണ്ടിരുന്നു. പിന്നെയും നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോലീസിനെ വിളിച്ചു, CCTV എല്ലാം പരിശോധിച്ചു. അങ്ങനെയുള്ള ചോദ്യം ചെയ്യലിൽ പലതവണ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അവൻ സമ്മതിക്കുന്നത്. അതെ, ഈ ഒരു സംഭവം, അതായത് ഈ 6 വയസ്സുകാരനെ കൊലപ്പെടുത്തുന്നത് CCTVയിലൂടെയാണ് തെളിയുന്നത്. കാരണം അതിന് മുമ്പ് വരെ ഈ വൃത്തികെട്ടവനും ഇവരുടെ കൂട്ടത്തിൽ അന്വേഷണത്തിനുണ്ടായിരുന്നു. കാരണം ഒരു 6 മണിയോടുകൂടിയാണ് കുഞ്ഞിനെ കാണാതാകുന്നത്. അതിനുശേഷം പറമ്പിൽ കളിക്കാൻ പോയി കുട്ടി, മറ്റു കുട്ടികളൊപ്പം കളിക്കാൻ പോയി. അതിനുശേഷം ഇവനെ അപ്രത്യക്ഷനാവുമായിരുന്നു. അങ്ങനെയാണ് പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലാണ് അങ്ങോട്ട് മാറിയുള്ള ഈ ഒരു ചതുപ്പ് പോലെ നിൽക്കുന്ന ഒരു കുളത്തിലേക്ക് ഈ കുട്ടിയുടെ മൃതദേഹം കിട്ടുന്നത്. അക്കൂട്ടത്തിൽ ഇവനും ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ്റെ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ട കുട്ടികളുണ്ടായിരുന്നു. അപ്പോഴും ഇവനെ ചോദിച്ചപ്പോൾ എൻ്റെ പുറകെ വന്നു, ഞാൻ പക്ഷേ പെട്ടെന്ന് തന്നെ തിരിച്ച് ഓടിച്ചു വിട്ടു എന്നാണ് ഇവൻ ആദ്യം പറഞ്ഞത്. പക്ഷേ പോലീസ് ഇവൻ്റെ ഹിസ്റ്ററി, കാരണം പോലീസ് ആദ്യം അന്വേഷിക്കുന്ന ചുറ്റിനുമുള്ള ആൾക്കാരും ഈ കൂട്ടത്തിൽ ലാസ്റ്റായിട്ട് നമ്മൾ ആരുടെ കൂട്ടത്തിലാണോ ലാസ്റ്റ് ചെലവഴിച്ചത് അത് ഇതൊക്കെ തപ്പുമല്ലോ. അങ്ങനെ തപ്പിയപ്പോഴാണ് ഇവൻ വളരെ വികൃതനായിട്ടുള്ള, അതായത് ചെറുപ്പം തൊട്ടേ ഇവൻ പ്രശ്നക്കാരനാണ്. ഈ പറയപ്പെടുന്ന കൊലയാളി, അവൻ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ വികൃത സ്വഭാവം. അവൻ അച്ഛനും അമ്മയും ഒരു സഹോദരനും ഉണ്ട്. അവർ പറയുന്നത് ഇവൻ വീട്ടിലെ മറ്റു വീടുകളിലെ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരിക്കും അത്രേ. അങ്ങനെ ഒരു സ്വഭാവം ഇവനുണ്ട്, ഈ ഞരമ്പിന്. അപ്പോൾ അവൻ അങ്ങനെ ചെയ്യുന്നൊരു സ്വഭാവക്കാരനായതുകൊണ്ട് തന്നെ നാട്ടുകാരൊരു അകലം ഇവനിൽ നിന്ന് പാലിച്ചിരുന്നു. കാരണം അടുത്ത വീടുകളിൽ, അതായത് നമ്മൾ എന്തെങ്കിലും വെള്ളത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അയൽവാസിയാണല്ലോ കാലങ്ങളായിട്ട് അവിടെ താമസിക്കുന്നവൻ. സോ അതുകൊണ്ട് തന്നെ ഇവനെ കൂടുതൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇവൻ വീട്ടിൽ കയറി പമ്മിയിരിക്കില്ലെന്ന് എങ്ങനെ അറിയാം? ചെറുതായിരുന്നപ്പോൾ തന്നെ, വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ ഇവൻ കട്ടിലിനടിയിൽ, മറ്റു വീടുകളിലെ കട്ടിലിനടിയിൽ കയറി ഇവൻ ഒളിച്ചിരിക്കുമായിരുന്നു. എന്തായാലും കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരിക്കുന്നത് കളിപ്പാട്ടം മോഷ്ടിക്കാനല്ല, പിന്നെ വേറെ. അപ്പം പണ്ട് തൊട്ടേ ഇവന് ഈ പറയുന്ന പോലെ ലൈംഗിക വൈകൃതങ്ങളിൽ അടിമയായിരുന്നിരിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര വ്യാപകമല്ല. അപ്പോൾ എങ്ങനെയാണ് ഇവൻ അങ്ങനെ ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് ചോദിച്ചാൽ ഇതിനെ നമ്മൾ കാരണമാക്കാൻ പറ്റില്ല, സോഷ്യൽ മീഡിയയ്ക്കോ പക്ഷേ ഇവൻ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. പിന്നെ ഇവൻ ഭക്ഷണം കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പണിക്ക് പോയിട്ട് സാധാരണ ആൾക്കാർ കഴിക്കുന്ന പോലെ അല്ലെന്നാണ് പറയുന്നത്. എന്നെ കണ്ടാൽ പറയത്തില്ല ഭക്ഷണം കഴിക്കുന്നതാണ്. ഇവൻ വല്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും. ഇതൊക്കെ ഇവൻ്റെ ഒരു തരത്തിലുള്ള ഒരു പ്രത്യേകതയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്ത് തന്നെ ആയാലും ആ കുഞ്ഞിനെ ചാമ്പങ്ങ കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന സാധനം കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവൻ്റെ പുറകെ അത് ഓടുന്ന ചിത്രമാണ് വഴിത്തിരിവായത്. CCTV ദൃശ്യങ്ങളാണ്. തിരിച്ചു വരുന്നത് കണ്ടില്ല. അപ്പോഴും ഈ കുഞ്ഞിന് സംശയം തോന്നിയില്ല. കാരണം ഇവൻ സ്ഥിരം വീട്ടിൽ വരുന്നതാണ്. ഒരുപക്ഷെ കുഞ്ഞുമായിട്ട് കളിക്കുകയോ ഇതിനു മുമ്പൊക്കെ ഇവൻ
ട്രൈ ചെയ്തിട്ടുണ്ടാവാം, ഒരു പക്ഷേ ഫസ്റ്റ് ടൈം ആയിരിക്കത്തില്ല. അപ്പോൾ ഇവനുമായിട്ട് അത്രയും അടുത്ത ബന്ധം ആ കുട്ടിക്കുള്ളതുകൊണ്ടാണ് അവൻ്റെ കൂട്ടത്തിൽ ഓടിക്കളിക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ട് ഓടിക്കളിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഒരു 5, 6, 7, 8, 9, 10 വയസ്സ് വരെ നമ്മൾ ഓടിക്കളിത്തം ഇഷ്ടപ്പെടുന്ന കുട്ടികളാണുള്ളത്. ആ കുട്ടി ഇവൻ്റെ പുറകെ ഓടിക്കളിക്കാൻ ചെന്നിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ അവൻ അത് മുതലാക്കി കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെന്ന ഉടനെ അവനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക ഇതിന് പ്രേരിപ്പിച്ചു. പക്ഷെ ആ കുട്ടി എതിർത്തു. അതാണ് കൊല്ലാനുള്ള മോട്ടീവ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു കൂസലുമില്ലാതെയാണ് ഈ പ്രതി അവിടെ പറയുന്നത് എന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിൽ ജനിച്ചു വീഴുന്ന ഓരോ യുവാക്കൾ അല്ലെങ്കിൽ യുവതികളും ഒക്കെ ഏത് മാനസികാവസ്ഥയിലാണെന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു മാളിൽ ഒറ്റപ്പെട്ട കേസൊന്നുമല്ല. ഒരുപാട് ആൺകുഞ്ഞുങ്ങൾ, ഞാൻ പലപ്പോഴും ഈ പെൺകുട്ടികളുടെ പീഡനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ സംസാരിക്കുമ്പോൾ നീ എന്തുവായി പറയുന്നത്, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ, ഞങ്ങൾ ആണുങ്ങൾക്കും പ്രശ്നമുണ്ട്. അങ്ങനെ എൻ്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. അവൻ +1 പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. വെളുപ്പിന് 6 മണിക്ക് അത് ട്യൂഷൻ ഉണ്ട് അവന്. രാവിലെ എൻ്റെ സ്വന്തം കസിനാണ്, അവൻ്റെ പേര് എനിക്ക് പറയാൻ പറ്റത്തില്ല. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ആണുങ്ങളെയും പ്രകൃതി വിരുദ്ധത്തിന് ചെയ്യാൻ ചെല്ലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് പറയാം ബസ് സ്റ്റോപ്പ്, അവൻ്റെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പ്രൈവറ്റ് ബസ് കയറാൻ വേണ്ടി 6, 6:30, 7 മണി സമയമായി കാണും. ചെന്ന് നിൽക്കുന്നു. കൂട്ടത്തിൽ ഒരുത്തൻ അവിടെ ആ സ്റ്റോപ്പിൽ ഒരു കിളവൻ ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവനാണെങ്കിൽ ഇച്ചിരി തണ്ടും തടിയോടുള്ളവനാണ്. ഒന്നും അറിയാത്ത മട്ടിൽ ഇവൻ ചെന്നിട്ട് തോളത്ത് പിടിച്ചു. ആദ്യം അടുത്ത് ചെന്ന് നിന്നു, പിന്നെ തോളത്ത് കയറി പിടിച്ചിട്ട് പറഞ്ഞു, തോളത്ത് കയറി ഇങ്ങനെ ശക്തമായിട്ട്, കാരണം അവൻ +1 അല്ലേ ഉള്ളൂ, അവൻ അറിയത്തില്ല ഇതെന്താ സംഭവം. അവൻ കയറി ഇവൻ ഇങ്ങനെ തോളത്ത് കയറി ശക്തമായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ മുറുക്കിയോടെ കൈ തട്ടിട്ട് നോക്കി എന്താ എന്ന് ചോദിച്ചോടനെ തന്നെ ഇയാളൊന്നും മിണ്ടിയില്ല. ഇവൻ ചിരിച്ചു കാണിച്ചു, എന്താ നമുക്കൊന്ന് കറങ്ങിയാലോ എന്നെന്തോ ഇവൻ ചോദിച്ചത്രേ. ഇവൻ അപ്പം തന്നെ പോടാന്ന്. അപ്പം തന്നെ ഇവൻ്റെ ഭാഗ്യത്തിന് ബസ് വന്നു. അവൻ ബസ്സിൽ കയറി അങ്ങ് പോകുമായിരുന്നു ട്യൂഷന്. അവൻ ആ സംഭവം ഇന്നും കുറേ വർഷങ്ങൾക്ക് ഇപ്പുറമാണ് അവൻ ആ സംഭവം എന്നോട് ഷെയർ ചെയ്യുന്നത്. അപ്പോഴാണ് അവൻ പറഞ്ഞത് നീ എന്തുവായി പറയുന്നത്, പണ്ടും ഇതൊക്കെ ഉണ്ട്, ഞാൻ തലനാഴിക്കാണ് രക്ഷപ്പെട്ടു പോയത്. കാരണം അവൻ അറിഞ്ഞുകൂടാ ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ലേ നമ്മളിത് കേട്ടിട്ടു. അങ്ങനെ ഓരോ സിറ്റുവേഷനാണ്. ഇപ്പോൾ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു 6 വയസ്സ് മാത്രമാണുള്ളത്. അവന് ഉറക്കെ കരഞ്ഞു, ബഹളം വെച്ചു. പിന്നെ അമ്മയോട് പറയുമെന്ന് അവൻ പറഞ്ഞു ഇങ്ങനെയുള്ള സംഭവം ചെയ്യാൻ പോയപ്പോഴത്തേക്കാ. ഓഹോ എങ്കിൽ നീ പറഞ്ഞോ, എന്നാ നിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇവൻ്റെ വായും മൂക്കും കൂടെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഇവനെ തോട്ടിലേക്ക് അല്ലെങ്കിൽ ആ കുളത്തിലേക്ക് എടുത്ത് എറിയുകയോ ചെയ്തു. പലവട്ടം ഈ കൊച്ച് രക്ഷപ്പെട്ട് കയറി വന്നു. 3 തവണയോളം കയറി വന്നു. 3ാമത്തെ തവണയാണ് മരണത്തിന് കീഴടങ്ങുന്നത്. പക്ഷെ അപ്പോഴും ആ നിലവിളി ഇപ്പോഴും ചെവികളിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ അമ്മയുടെ 3 മക്കളാണ് ഇവർ. ഇതിനകത്ത് 2ാമത്തെ ആളാണ്. ശരിക്കും ഈ കുട്ടിയുടെ അച്ഛൻ 1 മാസം മുൻപ് നാട്ടിൽ വന്ന് പോയതേ ഉള്ളൂ. അപ്പോഴാണ് ഈ CCTV ക്യാമറയൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എവിഡൻസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ വൈകിയാണ് ഈ പ്രതിയിലേക്ക് എത്താൻ. നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷേ ഒരുപാട് പേര്, അതായത് ഈ നാട്ടുകാരെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രതികളെ ശരിക്കും സംരക്ഷിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടിട്ട് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുത്ത് പരിപാലിക്കുകയല്ല വേണ്ടത്. നാട്ടുകാർ ഈ തെളിവെടുപ്പിനായിട്ട് ഇവനെ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് പോലീസുകാരപ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു, എന്താ സംഭവിച്ചത്. അപ്പം വളരെ ഒരു കൂസലും ഇല്ലാതാണ് പറയുന്നത്. ഇന്ന പോലാണ് സംഭവിച്ചത്, അവൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു, ഞാൻ തള്ളിയിട്ടു, വീണ്ടും കയറി വന്നു, പിന്നെയും തള്ളിയിട്ടു, എന്നിട്ട് വീണ്ടും ഞാൻ തള്ളിയിട്ടു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയി. അപ്പോഴെല്ലാം നാട്ടുകാർ രോക്ഷം കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടതാ, അവനെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പോലീസ്. എല്ലാ പ്രൊട്ടക്ഷനുകളും സംരക്ഷണ വലയം തീർത്തുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി അവനെ ജീപ്പിൽ കയറ്റിക്കൊണ്ടത്. പക്ഷേ പല അമ്മമാരും അവിടെ പ്രതികരിക്കാനുണ്ടായിരുന്നു. പല അമ്മമാരുടെ ബൈറ്റുകൾ വന്നു. എനിക്കും ഒരു കുഞ്ഞുണ്ട്, ഒരമ്മ പറഞ്ഞു എനിക്കും ഒരു കുഞ്ഞുണ്ട്, എങ്ങനെ ഇവിടെ ജീവിക്കും? ശരിയല്ലേ, നമ്മുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കും? എന്തിനാണ് ഇവിടെ ശരിക്കും ഭദ്രതയുള്ളത്? എന്തിനാണ് സുരക്ഷിതത്വം ഉള്ളത്? കുഞ്ഞിനുണ്ടോ, സ്വത്തിനുണ്ടോ, സമ്പത്തിനുണ്ടോ, അമ്മയ്ക്കുണ്ടോ, അച്ഛനുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിലെ ആരെങ്കിലും സുരക്ഷിതരാണോ? എന്താണ് വികസനങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി കുറേ ആളുകൾക്ക് ജോലി കൊടുക്കുന്നത് മാത്രമാണോ വികസനം? സാമ്പത്തികമായിട്ടുള്ള വികസനം മാത്രമാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? ഈ സാമ്പത്തികമായിട്ട് വികസനം ഉണ്ടാവണമെങ്കിൽ അത് അനുഭവിക്കാൻ ആളുകൾ വേണ്ടേ? ഈ അനുഭവിക്കാൻ ഉള്ള ആളുകളെ മുഴുവൻ ഇത്തരത്തിൽ തീർത്ത് കളഞ്ഞിട്ട് എന്ത് വികസനം ഉണ്ടായിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒരമ്മയുടെ നിലവിളി അവിടെ മുഴങ്ങി കേൾക്കുകയാണ്. പല അമ്മമാർ ചേർന്ന് നിന്ന് പറയുകയാണ് ഞങ്ങൾക്കും കുട്ടികളുണ്ട്, ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഉണ്ട്, ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ? പ്രസവിച്ചൊരു അമ്മയ്ക്കേ അറിയുള്ളൂ ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു വേദന. ശരിയാണ്. അതെന്തുകൊണ്ടാണ്? ആരാണ് ഇതിനൊക്കെ ശരിക്കും ഉത്തരവാദികൾ? ഭരണകൂടത്തെ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം അവർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള മുൻ നടപടിക്രമങ്ങൾ പാലിക്കാൻ പറ്റും. പക്ഷേ ഇത്തരത്തിൽ സ്വഭാവ വൈകൃതം ഉള്ള ഒരാളെ നമ്മൾ എങ്ങനെ സമൂഹത്തിൽ നിന്ന് തിരിച്ചറിയും? അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ളൊരു സംവിധാനം വേണം. കാരണം അത്തരത്തിലുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞിന് സംഭവിച്ചതുപോലെ നാളെ മറ്റൊരു കുഞ്ഞിന് സംഭവിക്കില്ല എന്ന് ഉറപ്പോടെ നമുക്ക് എന്ന് പറയാൻ പറ്റുന്നു, അന്നേ നമ്മൾ വികസിതം അല്ലെങ്കിൽ വികസനം നമുക്ക് ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലേ ശരിയെ? തീർച്ചയായിട്ടും.
തീർച്ചയായിട്ടും. കാരണം ആ അമ്മമാർ പറയുന്നത്, അവരുടെ ഒരു രോദനം എന്ന് പറയുന്നത്, നിയമങ്ങൾ ശക്തമല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം പിന്നെയും പിന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രതികളെല്ലാം വാർത്തകൾ കാണുന്നുണ്ട്. ഈ കൊന്നവൻ മലയാളിയാണ്, അല്ലാതെ ബംഗാളിയൊന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ ഇവന്മാരെല്ലാം ഈ വാർത്തകൾ സ്ഥിരം കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു ഒരു ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഇത് ചെയ്യാം, ഞങ്ങൾക്ക് സുഖിക്കാം, കൂടി വന്നാൽ ജയിലിൽ പോയി കിടന്ന് അവിടുന്ന് ചപ്പാത്തിയും ബിരിയാണിയും ഈ പറയപ്പെടുന്ന പോലെ അടയും ശർക്കരയും ഒക്കെ കഴിച്ചിട്ട് സുഖമായിട്ടൊരു കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് ഇറങ്ങിപ്പോരാം. അവർക്ക് സേഫ് ആയിട്ടൊരു ഷെൽട്ടർ കിട്ടി, പണിക്ക് പോകാതെ ഭക്ഷണം കഴിക്കാം, വേണമെങ്കിൽ അവിടെ ഇപ്പോൾ തൊഴിലെടുത്ത് കഴിഞ്ഞാൽ ശമ്പളവും കൊടുക്കും. അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മുടെ ജയിൽ, മാതൃകാ ജയിലുകളല്ലേ. അപ്പോൾ എന്തായാലും എന്തുകൊണ്ടും ഈ എന്താണ് പറയുന്നത്, ഈ കൂടാരത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ് പ്രതികൾക്കൊക്കെ ഓരോന്നും തോന്നുക. ഇങ്ങനെയുള്ള ഇവന്മാരുടെ സൂക്കേട് തീർക്കാനായിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടാനുള്ള ഒരു പഴുത് നമ്മുടെ നിയമം ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ആ അമ്മമാർ ചോദിക്കുന്നതിന് എന്താണ് തെറ്റ്? കാരണം ഇങ്ങനെയുള്ള പ്രതികൾ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ ഇപ്പോൾ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യുമ്പോൾ പണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നടി പറഞ്ഞ പോലെ സ്ത്രീകൾക്കെതിരെയോ ആർക്കെതിരെയോ ലൈംഗിക അതിക്രമണത്തിന് കൈ പൊക്കുമ്പോൾ ഹൃദയം വിറയ്ക്കണം. അങ്ങനെയുള്ള ശിക്ഷകൾ നമ്മൾ കൊണ്ടുവരണം, ഇവിടെ നടപ്പിലാക്കണം. എന്നാൽ മാത്രമേ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഉള്ള ഒരു തലമുറയായി നമ്മൾ ഇനി വളരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളോടുകൂടി തന്നെ ഇതങ്ങ് തീരും.